ഹായ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 6 മണിയാണ് കേട്ടോ. കിളികളൊക്കെ സൗണ്ട് ഉണ്ടാക്കി വരുന്നേ ഉള്ളൂ. എവിടുന്നും കിളികൾ സൗണ്ടൊന്നും കേൾക്കുന്നില്ല. കാക്കകളൊക്കെ പാറുന്നുണ്ട്. ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റതാണ് കേട്ടോ. നേരത്തെ പറഞ്ഞാൽ ഒരു 5:30 5:45 ആയപ്പോൾ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ 6 മണിയായപ്പോൾ മുറ്റടിച്ച് തരാണ് കേട്ടോ. അരമണിക്കൂറോളം ഉണ്ട് മുറ്റടിച്ച് വരാൻ. അപ്പോൾ വേഗം അടിച്ച് തീർക്കട്ടെ. ശരിക്കും നമ്മൾ നേരത്തെ എഴുന്നേറ്റാൽ നമ്മുടെ പണികളൊക്കെ എടുക്കാൻ നമുക്ക് ഇഷ്ടം പോലെ സമയം ഉണ്ടാവും. പക്ഷെ നേരത്തെ എഴുന്നേൽക്കില്ല എന്നേ ഉള്ളൂ. സാധാരണ 6 മണിയൊക്കെയാണ് കേട്ടോ എഴുന്നേൽക്കാറ്. ഇപ്പോൾ 5:30 ആയപ്പോൾ എഴുന്നേറ്റപ്പോൾ നമുക്കതിനുള്ള സമയം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രയും സമയം നമുക്ക് ലാഭമല്ലേ. പിന്നെ നേരത്തെ എഴുന്നേറ്റാൽ കിളികളെ ശബ്ദങ്ങൾ കേൾക്കുക, പിന്നെ ശുദ്ധവായു ശ്വസിക്കുക, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുകൊണ്ടല്ലേ എന്താ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക എന്ന് പറയുന്നത്. അത്ര നേരത്തെ ഒന്നും ആരും എഴുന്നേൽക്കില്ലല്ലോ അല്ലേ. ബ്രഹ്മമുഹൂർത്തം എന്ന് പറഞ്ഞാൽ 3 മണിയാണ് സമയം. അങ്ങനെ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാനിതാ ബ്രഷ് ചെയ്യട്ടെ വേഗം. ബ്രഷൊക്കെ ചെയ്ത് വന്നപ്പോഴേക്ക് സമയം 6:30 6:45 ആവാനായിട്ടുണ്ട് കേട്ടോ. ബ്രഷൊക്കെ ചെയ്ത് വന്നിട്ട് ഇതാ ഞാനൊരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കേട്ടോ. ഒരു ഗ്ലാസ് അല്ല, ഒരു കപ്പ് വെള്ളം എന്ന് പറഞ്ഞാൽ അതിൽ 1.5 ഗ്ലാസ് വെള്ളം കൊള്ളൂ കേട്ടോ. അപ്പോൾ വെള്ളം അങ്ങനെ നമ്മൾ പെട്ടെന്ന് അങ്ങനെ വെള്ളം കുടിച്ച് തീർക്കാൻ പറ്റില്ല. ഇത്തിരിയാണ് കേട്ടോ കുടിക്കേണ്ടത്. അങ്ങനെ നന്നായിട്ട് കുടിക്കാൻ പാടില്ല. അങ്ങനെ ഞാനൊന്ന് ഫ്രഷായി വെള്ളമൊക്കെ കുടിച്ച് എനിക്കൊരു എന്താ പറയുക പോസിറ്റീവ് എനർജി കിട്ടി. പിന്നെ ഞാൻ തീ കൂട്ടിയിട്ട് ആദ്യം ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ ദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഗോതമ്പ് ദോശയാണ്. കാരണം അരിദോശ ഉണ്ടാക്കി മടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഗോതമ്പ് ദോശയ്ക്ക് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട. തലേ ദിവസത്തെ സാമ്പാറുണ്ട്, അതുകൊണ്ട് പിന്നെ പ്രശ്നമല്ല. അപ്പോൾ ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നത് ചക്കി ഫ്രഷ് ആട്ട ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിനോണ്ട് ദോശ ഉണ്ടാക്കിയിട്ട്. ഇതിനോണ്ട് ദോശ ഉണ്ടാക്കിയാലും ചപ്പാത്തി ഉണ്ടാക്കിയാലൊക്കെ നല്ല ടേസ്റ്റാണ്. ഞാനതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് സൂര്യഭഗവാൻ ഞങ്ങൾ അടുക്കളയ്ക്ക് എത്തി നോക്കിയത് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ദോശ ഉണ്ടാക്കി എല്ലാവരും ചായ കുടിച്ചു. ജോലിക്ക് പോകാനുള്ളവരൊക്കെ ജോലിക്ക് പോയി. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുളിച്ച് ഫ്രഷായി. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ചായ കുടിച്ചത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇന്നത്തെ വിശേഷങ്ങൾ മൊത്തം കാണാം കേട്ടോ. അപ്പോൾ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ്, ഉച്ചവരെയുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ മഴയൊന്നുമില്ല, ചെറുതായിട്ട് മഴയൊക്കെ ഒന്ന് ചാറിപ്പോയി. ഇപ്പോൾ വെയിലാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഉച്ച വിശേഷങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ചോറ് അരി അടുപ്പത്തിങ്ങനെ തിളച്ച് മറിയുന്നു. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ മത്തങ്ങ കൊണ്ടൊരു എരിശ്ശേരി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ വൻപയറൊക്കെ ഇട്ടിട്ടുള്ള എരിശ്ശേരി നമ്മുടെ ഓണസദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനമാണല്ലോ എരിശ്ശേരി. ഇത് മത്തൻ്റെ ചെറിയൊരു കഷ്ണമാണ് കേട്ടോ. വലിയൊരു മത്തങ്ങയായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. 90 രൂപ കേട്ടോ ആ മത്തങ്ങയ്ക്ക് വില. അപ്പോൾ അത് വാങ്ങിയത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കർക്കിടകവാവിന് വേണ്ടിയിട്ട് ഇവിടെ ചക്കര മത്തൻ, അതായത് മത്തങ്ങ പായസം വെക്കും കേട്ടോ. ഇത് പ്രധാനമാണ് ഇവിടെ ഈ ഭാഗത്തൊക്കെ. അപ്പോൾ അതിന് വേണ്ടി വാങ്ങിയതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബാക്കിയുള്ള കഷ്ണമാണ് കേട്ടോ ഇത്. അത്യാവശ്യം നല്ല പഴുത്ത മത്തങ്ങയാണ് കേട്ടോ. അപ്പോൾ കുരുവൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി ഇത് തൊലിയൊക്കെ ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. പിന്നെ വൻപയർ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ മത്തങ്ങേൻ്റെ കുരുവിന് ഭയങ്കര വിലയാണല്ലേ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ മൂത്തിട്ടുണ്ട്. ഞാനിതിങ്ങനെ പച്ചയ്ക്ക് കഴിക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് കുറച്ചെടുത്തിട്ടുള്ളൂ, ഒരു കൈപ്പിടി അളവിൽ മാത്രം. അത് മതി കേട്ടോ. ചെറിയ മത്തൻ കഷ്ണമല്ലേ, അത് ഞാൻ ഉപ്പിടാതെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ഒരു 2-3 വിസിൽ. പിന്നെ അതിലേക്ക് അരയ്ക്കാനുള്ളത് നാളികേരം, ഇത്തിരി മഞ്ഞൾപ്പൊടി, നല്ല ജീരകം, ഒരു പച്ചമുളക്, 2-3 വെളുത്തുള്ളി. അത് തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അങ്ങനെ മത്തങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെയാണ് കേട്ടോ മുറിച്ചെടുക്കേണ്ടത്. അപ്പോൾ പയർ ഒരു 3 വിസിൽ ആയിട്ട് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. പിന്നെ എല്ലാം പാകത്തിന് ഇത്തിരി മഞ്ഞൾപ്പൊടി, ഇത്തിരി മുളക് പൊടി, ഇത്തിരി കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ്, കറിവേപ്പില എല്ലാം കൂടെ ചേർത്തിട്ട് ഈ പയർ വെന്ത വെള്ളത്തിൽ തന്നെ ഒറ്റ വിസിലാവുന്ന വരെ വേവിക്കുക.
മത്തനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ആവിയൊക്കെ പോയിട്ടുണ്ട്. ഒറ്റ വീസിലാണ് ഞാൻ പറ്റിയത്. മത്തനൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പയർ വേവിച്ച വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ മത്തൻ വെച്ചത്. ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് തരിതരിപ്പായി അരച്ചെടുക്കണം. അത് ഇതിലേക്ക് നമുക്കൊന്ന് ആഡ് ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മുടെ അരപ്പും ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ മത്തൻ എരിശ്ശേരി റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിത് വറുത്തിടാം കേട്ടോ. അങ്ങനെ എൻ്റെ കുഞ്ഞു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഗ്യാസ് അടുപ്പിൽ. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് ഇട്ട് കൊടുത്തു, വറ്റൽമുളക് ഇട്ട് കൊടുത്തു, കറിവേപ്പില ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മൾ ചെറുകി വെച്ചിരിക്കുന്ന നാളികേരം ഇട്ട് കൊടുത്തു. അതാണ് വറുത്ത എരിശ്ശേരി എന്ന് പറയുന്നത്. നാളികേരം വറുത്തിട്ട് ഇതിൽ കടുക് വറുക്കുന്നതിനെയാണ് വറുത്ത എരിശ്ശേരി എന്ന് പറയുക കേട്ടോ. അപ്പോൾ എൻ്റെ മത്തങ്ങ വൻപയർ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നമ്മുടെ ഓണസദ്യയിൽ ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ് കേട്ടോ എരിശ്ശേരി. അപ്പോൾ മത്തങ്ങ എരിശ്ശേരിയൊക്കെ റെഡിയായി. ഇനി കറി എന്താണെന്ന് വെച്ചാൽ ചക്കക്കുരും വെള്ളരിക്കയാണ് കേട്ടോ. എവിടുന്ന ചക്കക്കുരും കഴിച്ചാൽ ഇത് ഇന്നലെ അമ്മയുടെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ. ഇവിടെ ഉണ്ട് കേട്ടോ ചക്കക്കുരു. ചക്ക ഉണ്ട് പ്ലാവുമ്പോൾ, പക്ഷേ ഏറ്റവും മുകളിലാണെന്നുള്ളത് നമുക്ക് കിട്ടുമൊന്നുമില്ല. അപ്പോൾ അതായത് ഇതിൻ്റെ മുകളിൽ തന്നെ പഴുത്തിട്ട് താഴെ വീഴുകയാണ്. നല്ല ചക്കക്കുരാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ചക്കക്കുരും വെള്ളരിക്കയും മോരൊഴിച്ച് വെക്കുന്നത് കേട്ടോ. പിന്നത്തെ കറി എന്ന് പറഞ്ഞാൽ ചക്കക്കുരും വെള്ളരിക്കയും. നമ്മുടെ ചക്കക്കുരും വെള്ളരിക്ക കറി വെക്കാൻ കേട്ടോ. പച്ചമുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു, ഇഞ്ചി കുനുകുനെ അരിഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ചക്കക്കുരും വെള്ളരി കറി വെക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി. അപ്പോൾ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, ഇത് മതി, ഉപ്പ് എല്ലാം കൂടി ഇട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 4 വിസിൽ, അത് മതി കേട്ടോ. പിന്നെ നാളികേരം നന്നായിട്ട് വെണ്ണ പോലെ അരച്ചതൊഴിക്കുക, തിളപ്പിക്കുക. മോരൊഴിക്കാം കേട്ടോ. മോരൊഴിക്കുക, എന്നിട്ട് കടുക് വറുത്തിടാം. മോരൊഴിച്ച് വെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ തക്കാളിയും പുളിയൊക്കെ ഇടാം. മോരൊഴിച്ച് വെക്കുകയാണെങ്കിൽ മോരൊഴിച്ചാൽ പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യം. ഇത്ര മോരുണ്ടായിരുന്നു. ഇവിടുന്ന് ഇത്ര എല്ലാം ഒഴിച്ചു. ഒരു കുപ്പി മോരാണ് കേട്ടോ. ഇത് ഫുള്ള് വെച്ചിട്ടില്ല, അതൊക്കെ ഇന്നലെ എടുത്തതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ എൻ്റെ ചക്കക്കുരു വെള്ളരിക്ക കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. മാങ്ങ ഇട്ടല്ല, മോരൊഴിച്ച് വെച്ച് നാളികേരം അരച്ച് വെച്ച കറി നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ഉച്ചഭക്ഷണം ചോറ്, മത്തങ്ങ എരിശ്ശേരി, പിന്നെ മീനില്ല എന്നാരും കരുതണ്ട. ഇന്ന് കുറച്ച് മത്തി മുളകിട്ട് വെച്ചൊരു ചാറ് കറി ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വെള്ളരിക്ക ചക്കക്കുരു കറി ഉണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ നാടൻ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ഇനി കഴിച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ ഉച്ചഭക്ഷണം കഴിച്ചു. കുറച്ച് നേരം ഇവിടെ ഒന്ന് ഉറങ്ങിയിട്ടൊന്നുമില്ല. കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ സംഘത്തിന് പോവുകയാണ് കേട്ടോ. എല്ലാ ആഴ്ചകളിലെ സ്വയം സമ്പാദ്യശീലം. അപ്പോൾ അവിടെ പോയി കുറച്ച് നേരം ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നാൽ തന്നെ ഒരു സമാധാനമാണല്ലോ. സംഘത്തിന് ആദ്യം ഷിംനേൻ്റെ വീട്ടിൽ പോയിട്ട് വേണം പോകാൻ. ഇത് ഷിംനേൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പാലിൻ്റെ കുപ്പികളാണ് കേട്ടോ. ഇനി പോരുമ്പോൾ എനിക്ക് പാലും വാങ്ങിപ്പോരണം. ഈ ഒരു കുപ്പി പാലാണ് കേട്ടോ വാങ്ങുക. പിന്നെ ഓരോ വീട്ടിൽ പോയി ഓളയും കുട്ടി സംഘത്തിന് പോയിട്ട് തിരിച്ച് വരുമ്പോൾ പാലും വാങ്ങിപ്പോരണം. നല്ല ലാവണ്ടർ കളർ കുപ്പി. അങ്ങനെ സംഘം തുടങ്ങുന്ന വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ അവിടെ കണ്ടത് നല്ല ഭംഗിയുള്ളൊരു ചെടിയാണത്. അപ്പോൾ അവിടുന്ന് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ അവിടെ നിന്ന് പോന്നു. നേരെ ഷിംനേൻ്റെ വീട്ടിൽ പോയി. പിന്നെ പാലും വാങ്ങി അങ്ങനെ തിരിച്ചു പോരുകയാണ് കേട്ടോ. പാല് വാങ്ങി പോന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. ടാറ്റാ ബൈ ബൈ, സീ യു. വീട്ടിലെത്തി.